നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിളിൽ ഡേ 30 ആൻഡ് 31 ദിവസങ്ങളിലെ ടോപ്പിക്സിന്റെ പരീക്ഷയാണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ടോപ്പിക്സ് എല്ലാം പഠിച്ച് സെറ്റല്ലേ? പരീക്ഷ എഴുതി നോക്കാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. 20 ചോദ്യങ്ങളാണേ ഉള്ളത്. 18 മാർക്കാണ് കട്ട് ഓഫ്. പരീക്ഷ എഴുതിയതിനു ശേഷം നിങ്ങൾ മാർക്ക് കൗണ്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണം, നിർബന്ധമാണേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് ഡേ 30 ആൻഡ് 31 എക്സാം. ആദ്യത്തെ ചോദ്യം: ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം. മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു. വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നു. ശബ്ദത്തിന്റെ ദിശ വൈദ്യുത പ്രവാഹ ദിശയ്ക്ക് സമാന്തരമായിരിക്കും. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 2. വൈദ്യുത പ്രവാഹത്തിന്റെയും കാന്തിക മണ്ഡലത്തിന്റെയും ദിശകൾ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലത് കൈകൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലായിരിക്കും. ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കും. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 3. ഘനീകരണത്തിന്റെ ഒരു രൂപമാണ് തുഷാരം. മറ്റു രൂപങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഹിമം, മൂടൽമഞ്ഞ്, മിന്നൽ, മേഘങ്ങൾ. 4. ചുവടെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. ഗീസർ ഓൾഡ് ഫെയ്ത്ത്ഫുൾ, മണൽ പ്രദേശം അരിപ്പാക്കിണർ, ജലപീഠം ഭൂഗർഭ ജലസമൃദ്ധമായ ഭാഗം, ചതുപ്പുകൾ തരിശുഭൂമി. 5. മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജലത്തിന് നീങ്ങാൻ കഴിയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? സുഷിരിതാവസ്ഥ, പ്രവേശനീയത, സുതാര്യത, സംയോജകത. 6. ചുവടെ തന്നിരിക്കുന്ന പ്രത്യേകതയുള്ള സ്ഥലത്ത് ശുദ്ധജലത്തിനായി ഏതുതരം കിണറുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്? ജലപീഠം ഏറെ ഉയർന്ന സ്ഥലങ്ങളിൽ ഏത് തരം കിണറുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്? അതാണ് ചോദ്യം. കുഴൽ കിണർ, ആർട്ടീഷ്യൻ കിണർ, സാധാരണ കിണർ, അരിപ്പാ കിണർ. 7. ചുവടെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് സുരംഗ കിണറുകൾ കാണപ്പെടുന്നത്? കണ്ണൂർ, തിരുവനന്തപുരം, വയനാട്, കാസർഗോഡ്. 8. ഫ്രാൻസിലുണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? ഇത് കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് സർജൻ ഗ്രേഡ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ തന്നില്ലേ? അതിലെ 2 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിലെ ചോദ്യം ഏത്? ഫ്രാൻസിലുണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? ബാങ്കർമാർ, പ്രഭുക്കന്മാർ, എഴുത്തുകാർ, അഭിഭാഷകർ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 9. കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. മർദ്ദചരിവ് മാനബലം, കൊഹിഷൻ ബലം, ഘർഷണ ബലം, കോറിയോലിസ് ബലം. 10. ചൂസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കമ്മിറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷനിൽ ഉത്തരം എഴുതാം. 11. ചൂസ് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. തെറ്റായ വേർഡ് ആണ്. ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാം. 12. പി പ്ലസ് ചിഹ്നത്തെയും ക്യൂ മൈനസ് ചിഹ്നത്തെയും ആർ ഇൻഡു ചിഹ്നത്തെയും എസ് ഡിവൈഡഡ് ബൈ ചിഹ്നത്തെയും സൂചിപ്പിച്ചാൽ 8R, 8P, 8S, 8Q, 8 എത്രയാണ്? 13. 2021 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ഡേവിഡ് ഡിയോപ്പിന്റെ പുസ്തകം ഏത്? ഓൾ നൈറ്റ്, ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്, ഹാമർ ബ്ലോസ്,
കൂപ്സ് ഡി പൈലൺ ഇവയൊന്നുമല്ല. 14 റാഹി സർണോബാത്ത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഷൂട്ടിംഗ്, ഫെൻസിംഗ്. 15 വിട്ടുപോയ അക്കം പൂരിപ്പിക്കുക. 720 360 -30 6 1. 16 തന്നിരിക്കുന്ന പ്രത്യേകത പരിശോധിച്ച് പ്രതിഭാസം ഏതാണെന്ന് കണ്ടെത്തുക. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രതിഭാസം. സംവഹനം, താപചാലനം, ഭൗമവികിരണം, അഭിവഹനം. 17 ഒരു പ്രദേശത്തെ ഒരു ദിവസത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ദൈനിക ശരാശരി താപനില കണ്ടെത്തുക. 18 ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും എത്ര ഡിഗ്രിയാണ് കുറഞ്ഞു വരുന്നത്? ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാം. 19 ചുവടെ തന്നിരിക്കുന്ന പ്രത്യേകത പരിശോധിച്ച് മേഘം ഏതാണെന്ന് കണ്ടെത്തുക. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സ്ട്രാറ്റസ് മേഘങ്ങൾ, സിറസ് മേഘങ്ങൾ, കുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. 20 അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് കുമുലസ് മേഘങ്ങളായി രൂപമെടുക്കുകയും തുടർന്നുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയതുമായ മഴയ്ക്കു പറയുന്ന പേരെന്ത്? തീരദേശ മഴ, പർവ്വതവൃഷ്ടി, ശൈലവൃഷ്ടി, സംവഹന മഴ. ഇത്രയായിരുന്നു 20 ചോദ്യങ്ങൾ. ഇനി ഉത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം സി ആണ്. 1, 2, 3 മാത്രമാണ് ശരി. 2 വൈദ്യുത പ്രവാഹത്തിന്റെയും കാന്തിക മണ്ഡലത്തിന്റെയും ദിശകൾ സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. ഈ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. സി. 3 ഘനീകരണത്തിന്റെ ഒരു രൂപമാണ് തുഷാരം, മറ്റു രൂപങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സി. മിന്നലാണ്. 4 ചുവടെ തന്നിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. ചതുപ്പുകൾ എന്നാൽ തണ്ണീർത്തടങ്ങളാണ്, തണ്ണീർത്തടങ്ങൾ. 5 മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജലത്തിന് നീങ്ങാൻ കഴിയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ബി. പ്രവേശനീയത, പ്രവേശനീയത. 6 ചുവടെ തന്നിരിക്കുന്ന പ്രത്യേകതയുള്ള സ്ഥലത്ത് ശുദ്ധജലത്തിനായി ഏതുതരം കിണറുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്? ജലപീഠം ഏറെ ഉയർന്ന സ്ഥലങ്ങളില് സാധാരണ കിണറാണ്. സി. 7 ചുവടെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് സുരംഗ കിണറുകൾ കാണപ്പെടുന്നത്? ഡി. കാസർഗോഡ് ജില്ലയിലാണ്. 8 ഫ്രാൻസിലുണ്ടായിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ബാങ്കർമാർ, എഴുത്തുകാർ, അഭിഭാഷകർ. 1, 3, 4. 1, 3, 4 ബി. 9 കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. മർദ്ദചരിവ് മാനബലം, ഘർഷണബലം, കോറിയോലിസ് ബലം. 1, 3, 4. 1, 3, 4 സി. 10 ചൂസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കമ്മിറ്റിയാണ്. ബി. COMMITTEE ആണ്. 11 ചൂസ് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. വെക്കേഷൻ. VACATION ആണ് വെക്കേഷൻ. 12 പി പ്ലസ് ചിഹ്നത്തെ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 8, 8, 8, 8, 8. 6 എന്ത് ചിഹ്നത്തെയാണ്? ഇൻഡു ചിഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. പി എന്നാൽ പ്ലസ് ചിഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. എസ് എന്നാൽ ഡിവൈഡഡ് ബൈ ചിഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്യൂ എന്നാൽ മൈനസ് ചിഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുക. ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം ഡിവൈഡഡ് ബൈ ചെയ്യുക. അപ്പൊ ഇവിടെ 1 എന്ന് വരും. ഇനി ബാക്കി അതുപോലെ എഴുതി. ഇൻറ്റു 8. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ 8 × 8 64. 64 + 1 - 8 എന്ന് വരും. ഇനി
അഡീഷൻ ആണ് ചെയ്യാനുള്ളത്. 64 പ്ലസ് 1 എന്ന് പറയുന്നത് 65 ആണ്. 65 മൈനസ് 8 ആയിരിക്കും ഉത്തരം. എത്രയാണ്? 57 ആണ്. എ. 13 2021 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ഡേവിഡ് ഡിയോപ്പിന്റെ പുസ്തകം എ. ഓൾ നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്. 14 റാഹി സർണോബാത്ത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ് ആണ്. സി. 15 വിട്ടുപോയ അക്കം പൂരിപ്പിക്കാനാ പറഞ്ഞേക്കുന്നത്. വിട്ടുപോയ അക്കം ഉത്തരം നോക്കാം എന്താന്ന്. ഇവിടെ 720 എങ്ങനെ 360 ആയി? 720 ഡിവൈഡഡ് ബൈ 2 ആണ് 360. അപ്പൊ ഇതുപോലെ ഇവിടെ 360 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. അടുത്ത നോക്കൂ, 360 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പം 120 ആണ്. 120 ആണ് ഉത്തരം. ഡി. ഇനി 120 30 എങ്ങനെ കിട്ടി? ഡിവൈഡഡ് ബൈ 4. 120 ഡിവൈഡ് ബൈ 4 30. ഇനി 30 എങ്ങനെ 6 കിട്ടി? ഡിവൈഡഡ് ബൈ 5. 6 എങ്ങനെ 1 കിട്ടി? ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്തുവാ? 120. ഡി. 16 തന്നിരിക്കുന്ന പ്രത്യേകത പരിശോധിച്ച് പ്രതിഭാസം ഏതാണെന്ന് കണ്ടെത്തുക. ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന പ്രതിഭാസമാണ് താപചാലനം. ബി. 17 ഒരു പ്രദേശത്തെ ഒരു ദിവസത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ദൈനിക ശരാശരി താപനില 40 പ്ലസ് 20 ബൈ 2 ആയിരിക്കും. എന്നുവെച്ചാൽ കൂടിയത് പ്ലസ് കുറഞ്ഞത് ബൈ 2, 60 ബൈ 2 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ദൈനിക ശരാശരി താപനില. 18 ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും എത്രയാ കുറയുന്നത്? 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. സി. 19 ചുവടെ തന്നിരിക്കുന്ന പ്രത്യേകത പരിശോധിച്ച് മേഘം ഏതാണെന്ന് കണ്ടെത്തുക. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ഏതാ? സിറസ് മേഘങ്ങളാണ്. ബി. 20 അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച കുമുലസ് മേഘങ്ങളായി രൂപമെടുക്കുകയും തുടർന്നുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയതുമായ മഴയ്ക്കു പറയുന്ന പേരാണ് സംവഹന മഴ. ഡി. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു 20 ചോദ്യങ്ങൾ. ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ എടുത്ത് പഠിച്ച് ഇന്ന് റിവിഷൻ ഡേ അല്ലേ, ഇന്ന് തന്നെ നോക്കി മനസ്സിലുറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിന്റെ നിലവാരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ മാർക്ക് എന്നിവ താഴെ കമന്റ് ചെയ്യാം. വീണ്ടും കാണാം.